എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം പുതിയൊരു സീരീസ് തുടങ്ങാമെന്ന് ഓർത്തു. ഇപ്പോൾ സമ്മറാണ്. സമ്മറിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം പ്രൊവിൻസ് നോവസ്കോഷ്യ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഇന്ന് ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ വോൾഫിലാണ്. എൻ്റെ പുറകെ കാണുന്ന പോലെ എഴുതി കാണുന്ന പോലെ വോൾഫിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് നാൾ ഒരു ഓൾമോസ്റ്റ് 1 year, ക്ലോസ് ടു 1 year ഇവിടെ വർക്ക് ചെയ്യുകയും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഞാൻ മൂവ് ചെയ്യായിരുന്നു. ഞാൻ ഇത്രയും നാൾ താമസിച്ചില്ല. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് വോൾഫിൽ. അപ്പോൾ ഈ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആ ഒരു സീരീസിൻ്റെ പേര് ഒരു വാണ്ടറിങ് നോവസ്കോഷ്യയാണ്. ഈ ഒരു സീരീസിൽ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ സ്ഥലങ്ങൾ, നല്ല നല്ല സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നാട്ടിലുള്ള മലയാളികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇനി ഇവിടെ ഉള്ളവർക്ക് തന്നെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ്. പല സ്ഥലങ്ങളും ഇങ്ങോട്ട് ഉള്ളവർക്കൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളാവാം. പക്ഷേ എനിക്ക് ഞാൻ പോയിട്ടുള്ളതും അല്ലെങ്കിൽ ഇനിയും പോകുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എൻ്റെ ക്യാമറ കണ്ണിലൂടെ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് സ്ഥലം വോൾഫിലാണ്. അപ്പം ഈ ഒരു പുതിയ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വോൾഫിൽ എന്ന് പറഞ്ഞ സ്ഥലം ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചുകാർ വന്ന് കുടിയേറി പാർത്ത് തുടങ്ങിയ ഒരു സ്ഥലമാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് ഇവർ തമ്മിൽ വഴക്കോ യുദ്ധമുണ്ടാകുകയും പിന്നീട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ അവർ പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ സുഹൃത്ത് ആഷിനും ഞാനോടാണ് ഇന്ന് വോൾഫിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. വോൾഫിൽ പ്രത്യേകിച്ചും ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ആപ്പിൾ താഴ്വര അല്ലെങ്കിൽ ഒരു കൃഷിയിടമാണ് വോൾഫിൽ. ആപ്പിള് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം പണ്ട് ഏകദേശം 1860 അവിടെ റെയിൽവേ സർവീസ് ഉണ്ടാകുകയും പിന്നീട് ഈ ആപ്പിൾ കയറ്റുമതിക്കായിട്ട് എന്താ പറയുന്നത് അവിടെ ഒരു പോർട്ട് ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു 200 വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ 1868 മുതൽ 200 വർഷത്തേക്ക് അതുണ്ടായിരുന്നു. പിന്നീട് അവർക്കൊരു വെല്ലുവിളിയായി തീരുന്ന ഇവിടെ ദിവസത്തിൽ 2 പ്രാവശ്യം വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു ഫെറി സർവീസ് നടത്തേണ്ടതായിട്ട് വന്നു. വോൾഫിൽ മെയിനായിട്ടും കാണാനുള്ളത് കൃഷിപ്പാടങ്ങളും അതുപോലെ തന്നെ വൈൻയാർഡുകളൊക്കെയാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ വൈൻയാർഡാണ്. വൈൻയാർഡ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ആൽക്കഹോളിക്കോ നോൺ ആൽക്കഹോളിക്കോ ഇനി അതല്ല ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വൈൻയാർഡ്സ് ഉണ്ട്. ഏത് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ അടിപൊളി കുറച്ച് നേരം നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ലാറ് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ വോൾഫിൽ എന്താ പറയുന്നത് പണ്ട് ഫെറിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലം പ്രത്യേകിച്ചും ഞാൻ ഇവിടെ താമസിച്ചപ്പോൾ ഞാൻ കുറേ നാൾ ഇവിടെ വർക്ക് ചെയ്യാൻ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അന്നേരം ഒരു ഈവനിങ്ങിൽ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുകയും കുറേ സമയം ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യും. അക്കേഡിയ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് താഴെയുള്ളൊരു സ്പോട്ടാണിത്. ഇതും ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമയം കടൽ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. വെള്ളമെല്ലാം പോയിട്ട് വലിഞ്ഞിട്ട് ഒരു ചള്ള പോലാണ് അവിടെ നിങ്ങൾ കാണുന്നത്. ടൈഡ് തിരിച്ച് കയറുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും വേലി ഇറക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്ങിൽ കാണാൻ ഭയങ്കര ഒരു രസമാണ്. പ്രത്യേകിച്ച് കടലിറങ്ങി പോകുമ്പോൾ നമുക്ക് കിലോമീറ്ററുകളോളം ബീച്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് കടലിൽ നടക്കാനൊക്കെ പറ്റും. അങ്ങനെ പ്രകൃതിയോട് ഭയങ്കരമായിട്ടും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ് വോൾഫിൽ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വോൾഫിൽ അക്കേഡിയൻസ് എന്ന് പറഞ്ഞ അവിടുത്തെ ആൾക്കാർ അക്കേഡിയൻസ് എന്നൊരു നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അക്കേഡിയ യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോൾ കാണുന്നതാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇൻ വോൾഫിൽ. 1700-കളിൽ സ്ഥാപിതമായൊരു ചർച്ചാണ്. 1778 സ്ഥാപിതമായ വോൾഫിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചാണിത്. വളരെ പഴക്കമുള്ളൊരു ചർച്ചാണ്. നമ്മൾ ഇനിയും പോകുന്ന ഇവിടുത്തെ ഒരു ഫാം മാർക്കറ്റിലാണ്. ഇവിടെ എന്നെ ആകർഷിക്കുന്ന ഇവിടെ കുറേ ആടുകളും മുയലുകളും ഒക്കെയാണ്. പ്രത്യേകിച്ച്
നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് ഞാൻ ഈ മുയലിനെയൊക്കെ പണ്ട് നാട്ടിൽ നിന്ന് കണ്ടതാണ്. ഇവിടെ വന്നിട്ടാണ് പിന്നെ മുയലിനൊക്കെ ഒന്ന് അടുത്ത് കാണുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്നു പോയി ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം. മുയലിനും ആടിനൊക്കെ നമുക്ക് തീറ്റകൾ ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ ഒരു ഫാം മാർക്കറ്റ് കടകളുണ്ട് അടുത്ത്. അവിടുന്ന് നമുക്ക് ഐസ്ക്രീമും അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടതെന്നൊക്കെ വെച്ച് വാങ്ങിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുകയും ആ ഒരു തണലത്തിരുന്ന് ഒത്തിരി ആൾക്കാർ വന്ന് അങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നൊരു വീക്കെൻഡ് കൂടാണ്. അപ്പം ഫാമിലി ആയിട്ടും ആ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. യൂഷ്വലി ഇവിടെ ഇത്രയും തിരക്കുണ്ടാവുന്നതല്ല, പക്ഷേ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ കുറേ ആടുകളെ കാണാം. കുഞ്ഞാടുകളും അതുപോലെ തന്നെ വലിയ ആടുകളൊക്കെ ഉണ്ട്. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം വെച്ചാൽ ഈ തണുപ്പത്തും ഈ ആടുകൾ ഇവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ മഞ്ഞുള്ള സമയത്ത് വരുമ്പോഴും ഇവരിതുപോലെ ഈ ആടുകൾ ഇവിടെ തന്നെ നിൽക്കും. അവർക്ക് ആ ഒരു തണുപ്പിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ആടുകളാണ്. മുയലുകൾ ഏകദേശം ഇത്രയും മുയലുകളല്ല, അതിൽ പറഞ്ഞ കണക്കനുസരിച്ച് ഏകദേശം 40ഓളം മുയലുകൾ ഇവിടെ ഉണ്ട്. അതിൽ പകുതി ആ കൂട്ടിനകത്ത് തന്നെയാണ്. ചിലതൊക്കെ മാത്രമേ ഇറങ്ങി വരത്തുള്ളൂ. പക്ഷേ ഞാൻ പല സമയത്ത് വരുമ്പോഴും പല വെറൈറ്റി ഓഫ് മുയലുകളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ കോഴി, അങ്ങനെ കുറേ കൂട്ടിനകത്ത് കുറേ കോഴികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ചെറിയ ആ ഒരു ഫാമിലെ കാഴ്ചകൾ. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് അടുത്തൊരു സ്പോട്ടിലോട്ടാണ്. എന്നെ നാടിനോട് ഏറ്റവും അടുത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ നാടിനോട് സാമ്യം തോന്നുന്നൊരു സ്പോട്ട് കാണാനാണ് നമ്മൾ ഇനിയും പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വോൾഫിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. വോൾഫിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇന്ന് പറ്റില്ല, കാരണം ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. വോൾഫിൽ നിങ്ങൾക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കേപ്പ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി സ്പോട്ട് ഉണ്ട്. വൺ ഓഫ് ദി അടിപൊളി വോൾഫിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നടക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേപ്പ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, പക്ഷേ അതിന്റെ റിവ്യൂസ് ഒക്കെ അടിപൊളിയാണ്. അവിടെ പോകണമെങ്കിൽ രാവിലെ എണ്ണീറ്റ് പോകണം. വേറൊരു ദിവസങ്ങളിൽ അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ വീഡിയോസ് എടുക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ജസ്റ്റ് വോൾഫിൽ ടൗണും അതുപോലെ തന്നെ ഒരു ലുക്ക് ഓഫ് പോയിന്റ് ഉണ്ട്, അത് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കോട്ടയം ചേർപ്പങ്കൽ ആ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ ഈ പാടങ്ങളുടെ നടുക്കൂടെ റോഡിൽ കൂടെ പോകുന്നൊരു സാധനം, ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ സ്ഥലമാണ്. ഞാനിപ്പോൾ ആ വഴി കൂടെ പോകുന്നതിന്റെ ഒരു ഡ്രോൺ വീഡിയോയും അല്ലാത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കാണിക്കാം. എന്താ പറയുന്നേ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള, നിങ്ങൾക്ക് പച്ചപ്പും ഹരിതാപം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റി, നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ പറ്റി, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റി അടിപൊളി ഒരു സ്ഥലമാണ് വോൾഫിൽ. ന്യൂ മൈനാസ് എന്ന് പറഞ്ഞ ചെറിയ ടൗൺ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും കടകളും ഒക്കെ ഉണ്ട്. എന്താ പറയുക, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. എന്താ പറയുക, അങ്ങനെ ഒരു സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു സ്ഥലമാണ് വോൾഫിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന എന്ന് പറഞ്ഞ ചേർപ്പങ്കലൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ അധികം ആക്ടിവിറ്റീസ് അനുസരിച്ച് നമ്മൾ അക്കേഡിയ യൂണിവേഴ്സിറ്റി പോയായിരുന്നു. അതിന്റെ അക്കേഡിയ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. അക്കേഡിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് എല്ലാവർക്കും പരിചിതം. പക്ഷെ അതിനേക്കാളും വലിപ്പമേറിയതും നല്ലൊരു അടിപൊളി ക്യാമ്പസും നല്ലൊരു ആ ഒരു സ്റ്റഡി എൻവയോൺമെന്റും, അവർക്ക് തന്നെ പ്രത്യേകിച്ച് തിയോളജിക്കൽ ക്യാമ്പസും അല്ലാതെ അങ്ങനെ 2 സെപ്പറേറ്റ് ക്യാമ്പസ് ആയിട്ടും അങ്ങനെ കുറെ, ഞാൻ കുറച്ച് നാൾ അവിടെ താമസിച്ചായതുകൊണ്ട് എനിക്ക് അക്കേഡിയ യൂണിവേഴ്സിറ്റിയെ പറ്റി നന്നായിട്ട് അറിയാം. CBUവിനെക്കാളും ഒത്തിരി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പ്രത്യേകിച്ചും ഹാലിഫാക്സ് അടുത്തൂടെ ആയതുകൊണ്ട് ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സസിനൊക്കെ സ്റ്റുഡൻസ് വന്നിട്ട് 4 ഇയർ കോഴ്സ് ആണെങ്കിൽ 3 ഇയർ കോഴ്സ് ഇവിടെ പഠിച്ചിട്ട് അടുത്ത ലാസ്റ്റ് 1 ഇയർ അവരൊന്നെങ്കിൽ ഡൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ അതല്ലെങ്കിൽ സെയിന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പോകാറാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് വോൾഫിലിനെ കുറിച്ചുള്ള ചെറിയ വിശേഷങ്ങൾ. ഇവിടെ അടിപൊളി 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന് മാറിയാണ്, ഏകദേശം ഒരു 200 കിലോമീറ്ററോളം മാറിയാണ് യാർമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്നൊക്കെ ഇന്ത്യൻ ആൾക്കാർ ഇവിടെ വന്നാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഹാലിഫാക്സിനേക്കാളും അവർക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയിട്ടുള്ളത് വോൾഫിലാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഫുഡും ട്രൈ ചെയ്യണം. ഞാൻ ഇന്ത്യൻ ഫുഡ്സിന്റെ തന്നെ കാര്യമല്ല പറയുന്നത്, വോൾഫിലിൽ നല്ല അടിപൊളി ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഈ അന്നപ്പോളിസ് വാലിയുടെ ഒരു ഫുൾ കാഴ്ച നമുക്കൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഒരു ലുക്ക് ഓഫ് പോയിൻ്റ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഇതേ പശുവും കുതിരയും ഒക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇവിടെ ഫാം ലാൻഡ് ആയതുകൊണ്ട് ഇവർക്കെല്ലാം ബാണുകളും അതുപോലെ തന്നെ ഒത്തിരി മൃഗങ്ങൾ വളർത്തുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇനിയും ഈ കൃഷി സ്ഥലങ്ങളൊക്കെ നിറഞ്ഞ അന്നപ്പോളിസ് വാലിയുടെ ഒരു
മൊത്തത്തിലുള്ളൊരു കാഴ്ച ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പം ആ കാഴ്ച കണ്ടിട്ട് വരാം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വഴികൾ, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടിക്കാനവും അല്ലെങ്കിൽ പരുന്തുംപാറ ആ റൂട്ട് പോകുന്നൊരു ഫീല് തന്നിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ വളവും തിരിവും, അതുപോലെ തന്നെ നല്ലൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുരം കയറുന്നൊരു ഫീല് നമുക്ക് തോന്നി. പ്രത്യേകിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം കുറേ അടി മുകളിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അതുപോലെ നല്ലൊരു ലുക്ക് ഓഫ് പോയിൻ്റാണ് നമ്മളിനി കാണുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞേ, കാഞ്ഞിരപ്പള്ളി വഴി പരുന്തുംപാറയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ കോട്ടയം ഇല്ലിക്കക്കല്ലോ. പണ്ട് ഞാൻ MES കോളേജിൽ പഠിച്ചപ്പം എരുമേലിന്ന് കൂട്ടുകാരുടെ വീട് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. അവിടുന്ന് പോയിട്ട് നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് വാഗമൺ അല്ലെങ്കിൽ അങ്ങനെ കറങ്ങാൻ പോകുന്ന ആ ഒരു വൈബിൽ നമ്മളിങ്ങനെ കുറച്ച് ചുരം കയറി വന്ന് ഒരു സ്പോട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ചുറ്റിനും കാണുന്ന വെച്ചാൽ ഈ ന്യൂ മൈനാസ് വാലി അല്ലെങ്കിൽ അൻപോളിസ് വാലി ഉള്ള സകല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാണാൻ. ഫുള്ള് പച്ചപ്പും ഹരിതാപവും, ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രവും എല്ലാം കൊണ്ടും ഭയങ്കര മനോഹരമാണ് ഇവിടെ കാണാൻ. എന്താ പറയാ, നമ്മളിങ്ങനെ ഓരോ നോക്കുമ്പോഴും ഓരോ തട്ടായിട്ട് ഓരോ ക്രോപ്പിങ്, പ്രത്യേകിച്ച് ഒരു സൈഡിൽ വൈൻയാർഡ്, ഒരു സൈഡിൽ സ്ട്രോബെറീസ്, ഒരു സൈഡിൽ ആപ്പിൾ തോട്ടം, പിന്നെ ഒരു സൈഡിൽ എന്താ പറയുക ഈ കളർഫുള്ളായിട്ട് പച്ചയും ചുമപ്പും മണ്ണിന്റെ കളറും വെള്ളത്തിന്റെ കളറും. ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് എന്താ പറയുന്നത് അറ്റ്ലാന്റിക് ഓഷൻ ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ലുക്ക് ഓഫ് പോയിന്റ് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, ഇത് ക്യാനിങ് പോകുന്ന റൂട്ടാണ്. ക്യാനിങ്ങിലാണ് നമ്മൾ എന്താ പറയുന്നത് കടലിൽ ഇറങ്ങാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അതായത് ടൈഡ് വന്നിട്ട് കടൽ ഇറങ്ങി പോകുന്ന ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് ക്യാനിങ്. ക്യാനിങ്ങിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ലുക്ക് ഓഫ് പോയിന്റ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. ലുക്ക് ഓഫ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ മുകളിലാണ് ശരിക്കും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അതുവഴി കയറിയത് ഇങ്ങനെ നിങ്ങൾക്ക് പയ്യെ നടന്ന് ഇങ്ങനെ ഇറങ്ങി വരാം. ഇതിന് താഴോട്ട് പോവുകയാണെങ്കിൽ കൊക്കയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രവണത ഉള്ളവരാരും ഞാൻ എന്താ പറയുക ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഇല്ലിക്കല്ലും വാഗമണ്ണൊക്കെ പോയിട്ടുള്ളവർക്ക് ഇതൊന്നും ഒന്നുമല്ല. ജസ്റ്റ് ഒരു ചെറിയൊരു കല്ല് ഇവിടെ നിന്നാൽ കൊക്കയിലോട്ടൊന്ന് വീഴാതെ ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ കാറ്റൊക്കെ ആസ്വദിച്ച് ഈ മനോഹരമായ എന്താ പറയുക വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് പോകാം. നമ്മളിങ്ങനെ ക്യാനിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഔട്ട് സൈഡിലൊരു ഭയങ്കര അടിപൊളിയായിട്ടൊരു കാഴ്ച കണ്ടു. ഒരു നല്ലൊരു ഫീൽഡിൽ ഒരു പാണിന്റെ ഒക്കെ സൈഡിലായിട്ട് കുറേ ചെമ്മരിയാടുകളും കഴുതയും വേറെന്താ പശുവും ഒക്കെ നിൽപ്പുണ്ട്. അപ്പൊ ആ വീഡിയോ ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. എന്തോ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വൈബ്. ചെമ്മരിയാട് എനിക്കറിയത്തില്ല, ഞാനിവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത്ര അടുത്ത് ഇത്രയും കുറേ ചെമ്മരിയാട് എന്താ പറയുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. ആ വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ ചെമ്മരിയാടിനൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനിയും പോകാൻ പോകുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ബീച്ചിൽ നമ്മൾ പോകുന്നു. അവിടെ വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആ ബീച്ചിൽ കിലോമീറ്ററുകളോളം നടക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ബീച്ചിലോട്ട് ഇറങ്ങുന്ന വഴിയൊക്കെ കുറച്ച് ഓഫ് റോഡ് പോലെ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു വഴിയാണ്. പിന്നെ നമ്മൾ വണ്ടി അവിടെ കൊണ്ട് സൈഡിൽ പാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡോടെ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്. അധികം തിരക്കില്ല, പക്ഷെ എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ കൊണ്ട് സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പോൾ നമുക്ക് ആ ബീച്ച് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ലാസ്റ്റിൽ കാണാൻ വന്നിരിക്കുന്നത് സ്കോട്ട് ബേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊരു പാർക്ക്, ഐ മീൻ ഒരു ബീച്ചാണ്. ഇവിടെ വന്നാൽ യൂഷ്വലി ഇവിടെ ടൈഡിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ബീച്ചിലോട്ട് കുറേ ദൂരം ഇറങ്ങി നടക്കാൻ പറ്റും. പക്ഷെ ഇന്ന് നിർഭാഗ്യം വെച്ചാൽ ടൈഡില്ല.
അല്ലെങ്കിൽ ടൈഡ് കഴിഞ്ഞ് വെള്ളം തിരിച്ച് കയറിയതാണ്. നമുക്ക് ഇന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ, ബാക്കി ഫുള്ള് കടലാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ ടൈഡ് കാരണം വെള്ളം കുറേ ഇറങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അന്ന് വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ടൈഡുള്ള സമയത്ത് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ സ്കോച്ച് ബേ എന്ന് പറയുന്നത്. ഈ വെള്ളം കുറേ ദൂരം ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ഗൂഗിളിൽ നോക്കി ടൈമൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കടലിൽ ഇറങ്ങി നടക്കാനും, എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഹോബിയാണുള്ള ഈ ഗ്ലാസ് ഒക്കെ പറക്കുക, അതൊക്കെ കളക്ട് ചെയ്യുക, അത് വെച്ച് ഓർണമെന്റ്സ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെയൊക്കെ കുറേ ഹോബീസ് ഉള്ളവർക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ച് / പാർക്ക് എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് ഈ സ്കോച്ച് ബേ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പം നമുക്ക് ഇവിടെ സ്കോച്ച് ബേയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതൊക്കെയായിരുന്നു എൻ്റെ വാണ്ടറിങ് നോവ സ്കോഷ്യയുടെ ഫസ്റ്റ് എപ്പിസോഡിലെ കാഴ്ചകൾ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. ഇത് എത്രയും എനിക്കറിയില്ല വോൾഫിലിൻ്റെ എത്ര ഭാഗങ്ങൾ നിങ്ങളെ എടുത്ത് കാണിക്കാൻ പറ്റിയെന്ന്. നമ്മളൊരു 2-3 സ്പോട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഒരു സാറ്റർഡേ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഹാലിഫാക്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ഒന്ന് ഫാമിലിയുമായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് കറങ്ങിപ്പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇനിയല്ല നിങ്ങൾ ഒരു ഫുൾ ഡേയോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചത്. അപ്പം വോൾഫിൽ എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത്. പ്രത്യേകിച്ചും വൺസ് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യും. കുറേ സ്പോട്ടുകളുണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, അത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ മെൻഷൻ ചെയ്യാം. ഒരു ഐറ്റനറി പോലെ നിങ്ങൾക്കത് എന്താ പറയുന്നത്, നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ വോൾഫിൽ. അപ്പം അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയതായിട്ട് ഇത് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഉടനെ കാണുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കമൻറ്റ്സ് വഴി നിങ്ങളുടെ സ്നേഹങ്ങളും അഭിപ്രായമൊക്കെ അറിയിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വാണ്ടറിങ് നോവ സ്കോഷ്യയുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.